എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 1201 ആണ്ട് ധനുമാസം 7-ാം തീയതി തിങ്കളാഴ്ച 22/12/2006. ഇന്ന് നമ്മുടെ ദശാവതാര ചാർത്തിൻ്റെ 7-ാം ദിവസമാണ്. രാമൻ്റെ ചാർത്താണ് ഇന്ന്. അതുകൊണ്ട് ശ്രീരാമസ്വാമിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം. എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഈശ്വരാനുഗ്രഹമുള്ളതും സന്തോഷപ്രദവുമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് തിങ്കളാഴ്ച. ആദ്യമായി നമുക്ക് മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാൽ. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. എന്നാൽ ചില അപവാദങ്ങൾക്കും അപമാനങ്ങൾക്കുമൊക്കെ പാത്രീഭവിക്കേണ്ടതായി കാണുന്നു. വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. ഈ കൂറുകാർക്ക് 7.5 ശനിക്കാലമാണല്ലോ. 7.5 ശനി 12-ൽ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ പല ധനനഷ്ടങ്ങൾക്കും സാധ്യതയുള്ള ഒരു സമയമാണ്. ആവശ്യമില്ലാത്ത പണമിടപാടുകളിൽ ഇടപെടാതെയും ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളിൽ പെടാതെയും ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതൊഴിച്ചാൽ ബാക്കി കാര്യങ്ങളൊക്കെ സുഗമമായി പോകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. പുതിയതായി തുടങ്ങിയിരിക്കുന്ന സംരംഭങ്ങളിൽ പലതിനും വിജയം കൈവരിക്കുന്ന ദിവസമാണ്. സാമ്പത്തിക സഹായം ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുവാനും സാധ്യതയുണ്ട്. എന്നാൽ നഷ്ടങ്ങൾ വരുവാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മുൻപോട്ട് പോകണം. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര തന്നെ അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല ഇന്ന്. വളരെയധികം ഇച്ഛാഭംഗമുണ്ടാകുന്ന ചർച്ചകൾക്കും അതേപോലെ തീരുമാനങ്ങൾക്കുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായതുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. എന്നാൽ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സിനിമയുമായി ബന്ധപ്പെട്ട് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനിരിക്കുന്നവർക്ക് തടസ്സങ്ങൾ നേരിടുന്നതായി കാണുന്നു. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അധ്യാപകർക്കും അങ്ങനെയുള്ള തലത്തിലുള്ള ജോലിയുള്ളവർക്കുമൊക്കെ ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമാണ്. ചില ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടാകുമെന്നതൊഴിച്ചാൽ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല. 7.5 ശനിക്ക് പരിഹാരമായി എള്ളുകിഴി കെട്ടി നല്ലെണ്ണയിൽ മുക്കി ഇടിഞ്ഞലിൽ കത്തിച്ച് 18 പ്രാവശ്യം സ്വാമിയേ ശരണമയ്യപ്പ എന്ന് ജപിച്ച് 18 പ്രാവശ്യം ഓം ശം ശനൈശ്ചരായ നമ എന്നും ജപിച്ച് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ശനിയുടെ സ്ഥാനം വീടിന് പുറത്തായിരിക്കണം. പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്നാണ് നമ്മൾ ശനിദേവനെ പ്രാർത്ഥിക്കേണ്ടത്. എല്ലാ 7.5 ശനിക്കാർക്കും ഇതുതന്നെയാണ് അനുഷ്ഠിക്കേണ്ടത്. ശാസ്താക്ഷേത്ര ദർശനവും 7 പ്രദക്ഷിണവും അത് അനിവാര്യമാണ്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ചില അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. വിവാഹാദി കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റിയ ഒരു ദിവസമായിരിക്കും ഇന്ന്. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് ഉചിതമായ ചികിത്സാ രീതികളെല്ലാം ലഭിക്കുന്ന ദിവസമാണ് ഇന്ന്. ചില സർജറി വേണമോ എന്നുള്ള ആശങ്കയിലിരിക്കുന്നവർക്ക് അത് ഇല്ലാതെ തന്നെ അസുഖം ഭേദപ്പെടാനായിട്ട് മരുന്നുകൾ ലഭിക്കുമെന്ന് ഉറപ്പ് കിട്ടുന്ന ഒരു ദിവസമായിരിക്കും. കൂടാതെ ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം പ്രതികൂലമായി കാണുന്നു. എന്നാൽ കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതേപോലെയുള്ള കൃഷിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും മലഞ്ചരക്ക് വ്യാപാരികൾക്കുമൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. മത്സ്യബന്ധന മേഖലയിൽ വളരെ അനുകൂലമായ മാറ്റങ്ങൾ വരുന്നൊരു ദിവസമായിരിക്കും ഇന്ന്. വളരെ ശാന്തമായി കാര്യങ്ങളെല്ലാം മുൻപോട്ട് പോകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും. ഗുണാധിക്യമാണ് കാണുന്നത്. യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളും സന്തോഷവും ഒക്കെ നിറഞ്ഞൊരു ദിവസമായിരിക്കും. അവധിക്കാലമായതുകൊണ്ട് ശാരീരികമായ ക്ലേശങ്ങൾ മറന്ന് യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് നമുക്ക് ചില അസുഖങ്ങളൊക്കെ വന്ന് പിടിപെടാനായിട്ട് സാധ്യത ഉണ്ട്. അതേപോലെ സാമ്പത്തികമായ കാര്യങ്ങളിൽ ഒരു പ്രതീക്ഷ ഉണ്ടാകുന്ന ദിവസമായിരിക്കും ഇന്ന്. സ്ഥലമാറ്റത്തിനോ അനുകൂലമായ
സ്ഥലമാറ്റങ്ങൾക്കോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായൊരു മറുപടി ലഭിക്കുന്ന ദിവസമായിരിക്കും ഇന്ന്. സന്തോഷകരമായ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയും കുടുംബാംഗങ്ങളുമായി സഹകരിച്ച് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ ഗൃഹനിർമ്മാണത്തിനൊരുങ്ങുന്നവർക്കും വസ്തു വാങ്ങാനോ വിൽക്കാനോ ഒക്കെ ഒരുങ്ങുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. എന്നാൽ കണ്ടകശനി കാലമായതുകൊണ്ട് ചില അരിഷ്ടതകൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക. വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുവാനോ ചെറിയ ചെറിയ അപകടങ്ങൾ സംഭവിക്കുവാനോ ഒക്കെ സാധ്യത കാണുന്നു. ഔദ്യോഗിക രംഗത്ത് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാനും സാധ്യത കാണുന്നുണ്ട്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. നേരത്തെ പറഞ്ഞ പരിഹാരം ചെയ്ത് ശാസ്താവിനെ പ്രീതിപ്പെടുത്തുക. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർതം, കാല്, പൂയം, ആയില്യം. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. എന്നാലും ഗുണാധിക്യമാണ് കാണുന്നത്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില പ്രതീക്ഷകൾ ഉണ്ടാകുന്ന ദിവസമാണ്. അപ്രതീക്ഷിതമായ വിജയവും അപ്രതീക്ഷിതമായ സ്ഥാനമാനങ്ങളുമൊക്കെ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഈ കൂറുകാർക്ക് ഉള്ളത്. നിയമപരമായി ജോലി ചെയ്യുന്നവർക്ക്, നിയമപാലകർക്കൊക്കെ ഇന്ന് അനുകൂലമായ ദിവസമാണ്. എന്നാൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ചില വെല്ലുവിളികൾ നേരിടേണ്ടതായി വന്നേക്കാം. അപകീർത്തിക്കും അപമാനത്തിനുമൊക്കെ സാധ്യത ഉള്ള ഒരു ദിവസമായതുകൊണ്ട് വളരെ ഒതുങ്ങിക്കൂടി ഇന്നത്തെ ദിവസം മുൻപോട്ട് പോവുക. അനാവശ്യമായ കൂട്ടുകെട്ടുകളിലോ സാമ്പത്തിക ഇടപാടുകളിലോ ഒക്കെ ഇടപെടാനായിട്ട് ഉള്ള വഴി വന്നാൽ തീർച്ചയായിട്ടും ഒഴിഞ്ഞു മാറേണ്ടത് അത്യാവശ്യമാണ്. ആരോഗ്യപരമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഉള്ളതൊഴിച്ചാൽ പല പ്രതീക്ഷകളും നിവർത്തിക്കുമെന്ന് ഉറപ്പ് ലഭിക്കുന്ന ദിവസമാണ്. ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കാൻ സാധ്യതയുണ്ട്. വിവാഹാദി കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാനായിട്ട് ഉചിതമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ദോഷാധിക്യമാണ് കാണുന്നത്. ചില അപകടങ്ങൾ വന്ന് ഭവിക്കുവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ബിസിനസ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക്, സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ ചില വെല്ലുവിളികൾ അനുഭവിക്കേണ്ടതായി വരുന്നു. ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. സ്വന്തം ആൾക്കാരുമായോ അല്ലെങ്കിൽ സഹ ജോലിക്കാരുമായോ അല്ലെങ്കിൽ കീഴ് ജീവനക്കാരോ ഒക്കെ ആയിട്ട് തർക്കങ്ങളുണ്ടാകുകയും വഴക്കുണ്ടാകുകയും അത് മോശമായ ഒരു തലത്തിലോട്ട് നീങ്ങുവാനും ഒക്കെ സാധ്യതയുള്ളതുകൊണ്ട് ആത്മസംയമനവും വാക്കുകളും നിയന്ത്രിച്ച് ഉപയോഗിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും. എന്നാൽ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് പ്രതികൂലമായ ഫലമാണ് ലഭിക്കുന്നത്. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്കും സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവർക്കും ചില പ്രതീക്ഷകൾ ഉടലെടുക്കുന്നതായി കാണുന്നുണ്ട്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രമുക്കാല്, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. ഏഴരശനി കാലമായതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുവാനായിട്ട് സാധ്യത കാണുന്നു. ശാരീരിക ക്ലേശങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ്. ഒരുപാട് കാര്യങ്ങളിൽ വ്യാപരിച്ചിരിക്കുന്നവർക്ക് ചില ബുദ്ധിമുട്ടുകളും ചില ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് ചോദ്യങ്ങളുമൊക്കെ നേരിടേണ്ടതായി വരുന്നതായി കാണുന്നു. വസ്തു സംബന്ധമായ ഇടപാടുകളോ അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണമോ റിയൽ എസ്റ്റേറ്റോ ഒക്കെ നടത്തുന്നവർക്ക് ഇന്നത്തെ ദിവസം അത്ര തന്നെ ഗുണകരമായിരിക്കുകയില്ല. വിവാഹ കാര്യങ്ങൾക്ക് തടസ്സം നേരിടുന്നതായിട്ടും കുടുംബത്തിൽ ചില കലഹങ്ങൾ ഉടലെടുക്കുന്നതായിട്ടും ഒക്കെ അനുഭവപ്പെട്ടേക്കാം. തീർച്ചയായിട്ടും ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ്. ശാസ്താപ്രീതിക്കായിട്ട് നേരത്തെ പറഞ്ഞ വഴിപാടുകൾ ചെയ്യുക, ഉപാധികൾ സ്വീകരിക്കുക, ശാസ്താക്ഷേത്ര ദർശനം നടത്തുക, പ്രദക്ഷിണം ചെയ്യുക, 7 പ്രദക്ഷിണം ശാസ്താവിന് ചെയ്യുക. അതുകൂടാതെ വിഷ്ണു പ്രീതിക്കായി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും അവരവരുടെ കഴിവിനനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്യുകയുമൊക്കെ ചെയ്ത് പ്രദക്ഷിണം 8 പ്രദക്ഷിണമോ 4 പ്രദക്ഷിണമോ വിഷ്ണുവിന് വയ്ക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ
ആശ്വാസകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് എങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. വിട്ടുപോയ ചില കാര്യങ്ങൾ ഓർത്തെടുക്കുവാനും അതിന് പരിഹാരം കണ്ടെത്താനുമൊക്കെ സാധ്യത തെളിഞ്ഞു വരുന്നൊരു ദിവസമായിരിക്കും ഇന്ന്. അല്ലെങ്കിൽ നമുക്ക് കിട്ടാതിരിക്കുന്ന ബില്ലുകൾ പാസ്സായി കിട്ടുവാനും ധനം വന്നു ചേരാനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. ശാരീരികമായ ചില ക്ലേശങ്ങൾക്ക് സാധ്യത ഉള്ളതൊഴിച്ചാൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല. സാമ്പത്തികമായ കാര്യങ്ങളിൽ ചില ക്രയവിക്രയങ്ങൾ നടക്കുവാനും ലാഭമുണ്ടാകുവാനുമൊക്കെ സാധ്യതയുണ്ട്. നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ ഉറ്റവരിൽ ചിലർ വിപരീതമായി പെരുമാറുന്നത് മൂലം ചില മനക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് അല്ലെങ്കിൽ വസ്തു സംബന്ധമായ ഇടപാടുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, കെട്ടിട നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖംകാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. ശാരീരിക ക്ലേശങ്ങൾക്കും അലച്ചിലിനും ചില ചെറിയ ചെറിയ അസുഖങ്ങൾ, പകർച്ചവ്യാധികൾ ഒക്കെ പിടിപെടാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ മുൻപോട്ട് പോവുക. ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധ വയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. അമിതമായ അധ്വാനം കൊണ്ട് ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുവാനും സാധ്യത കാണുന്നു. പുതിയ ഗ്രഹത്തിൽ മോടി പിടിപ്പിക്കുവാനും അതേപോലെ ഗ്രഹോപകരണങ്ങൾ വാങ്ങുവാനും ഒക്കെ പണം ചെലവഴിക്കേണ്ട ഒരു സന്ദർഭം വന്നിരിക്കുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടി പണം ചെലവഴിച്ചില്ലെങ്കിൽ നഷ്ടങ്ങൾ വരാനും സാധ്യതയുണ്ട്. അനാവശ്യമായ കാര്യങ്ങൾ ഒന്നും വാങ്ങാതെ ഇരിക്കുന്നത് ഇന്നത്തെ ദിവസം ഉത്തമമായിരിക്കും. ചില അസൂയാലുക്കൾ മൂലം ബുദ്ധിമുട്ടുകൾ വന്നു ചേരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് കല്ലുപ്പ് ഇട്ട വെള്ളത്തിൽ സ്നാനം ചെയ്യുന്നത്, ദേഹസ്നാനം ചെയ്യുന്നത് വളരെ അനുകൂലമായൊരു പരിഹാരമായിരിക്കും. അതേപോലെ പുതിയ സമ്മാനങ്ങൾ ലഭിക്കുവാനും പുതിയ വസ്ത്രങ്ങൾ ലഭിക്കുവാനും ഒക്കെ സാധ്യതയുള്ള ദിവസമായിരിക്കും. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. സന്താനങ്ങളിൽ നിന്ന് ഒരുപാട് സന്തോഷപ്രദമായ സമ്മാനങ്ങൾ ലഭിക്കുവാനോ അല്ലെങ്കിൽ അംഗീകാരം ലഭിക്കുവാനോ സമാധാനപരമായ ആശ്വാസവചനങ്ങൾ കേൾക്കുവാനോ ഒക്കെ സാധ്യതയുള്ള ഒരു ദിവസമാണ്. എന്നാൽ കുടുംബാന്തരീക്ഷത്തിൽ നിലനിന്നിരുന്ന ചില കലഹങ്ങൾക്ക് പരിഹാരം കാണാൻ ചിലരുമായി ബന്ധപ്പെടേണ്ടതായി വരുന്നതായി കാണുന്നു. ചില കേസുകളും വഴക്കുകളുമൊക്കെ നമുക്ക് പ്രതികൂലമായി വരാൻ സാധ്യതയുണ്ട്. നിയമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, നിയമപാലകർക്കൊക്കെ ഇന്നത്തെ ദിവസം പ്രതികൂലമായി കാണുന്നുണ്ട്. സന്താനങ്ങളുടെ സൗഭാഗ്യത്തിൽ അഭിമാനിക്കുവാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ ചെറുമക്കളുടെ വിജയത്തിലൊക്കെ സന്തോഷിക്കുവാനുള്ള ഒരു ദിവസവുമായിരിക്കും ഇന്ന്. ചില ശാരീരിക ക്ലേശങ്ങൾ അലട്ടാൻ സാധ്യതയുണ്ട്. കണ്ടകശനി കാലമായതുകൊണ്ട് ചില അനർത്ഥങ്ങൾ വരുവാനും ധനനഷ്ടമുണ്ടാകുവാനും പ്രതീക്ഷിക്കാത്ത ചില അപമാനങ്ങൾ നേരിടേണ്ടതുമായിട്ടൊക്കെ വരുന്നതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. മകരക്കൂറിനെ കുറിച്ച് നോക്കാം. ഇനി മകരക്കൂറിൽ എന്താണ്, അല്ലെങ്കിൽ മകരക്കൂറുകാർക്ക് എന്താണ് ഇന്നത്തെ ദിവസം എന്ന് നോക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ദോഷാധിക്യം കാണുന്നുണ്ട്. ആശുപത്രി ചിലവുകൾക്ക് സാധ്യതയുണ്ട്. ദൂരയാത്രയ്ക്ക് ധനച്ചെലവ് വരുന്നതായി കാണുന്നുണ്ട്. കൂട്ടാളികളുമായി ചേർന്ന് ഉണ്ടാകുന്ന ചില ഇടപാടുകളിൽ നഷ്ടം വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയ ഒരു ദിവസമായിരിക്കില്ല ഇന്ന്. അതേപോലെ സ്വന്തം ആൾക്കാരിൽ നിന്ന് വിപരീതമായ ചില അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ശാരീരിക ക്ലേശത്തിന് സാധ്യതയുണ്ട്. അതുകൂടാതെ സന്താനങ്ങളെക്കുറിച്ച് വളരെയധികം സന്തോഷകരമായ ഒരു സാഹചര്യം തെളിഞ്ഞു വരുന്നത് കൊണ്ട് വളരെ ആഹ്ലാദമുണ്ടാവുകയും
ധനച്ചിലവുണ്ടാകുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക്, വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതേപോലെ കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ അത്ര തന്നെ ഗുണപ്രദമായ അനുഭവങ്ങളായിരിക്കുകയില്ല ഇന്നത്തെ ദിവസം ഉണ്ടാവുക. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അത്ര തന്നെ ഗുണപ്രദമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമല്ല. ചില ക്ലേശങ്ങളും വേർപാടുകളുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സ്ഥിരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ക്രോണിക് ഡിസീസ് ഉള്ളവർക്കൊക്കെ അത് വർദ്ധിക്കുവാനായി സാധ്യത കാണുന്നു. പ്രത്യേകിച്ച് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ അനുഭവിക്കുന്നവർക്ക് അത് വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കൾക്ക് ദോഷം വരുന്ന ഒരു ദിവസമാണ് ഇന്ന്. അതേപോലെ സാമ്പത്തികമായി ചിലവ് വരുന്ന ഒരു ദിവസമായിരിക്കും. പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങളൊക്കെ മുടക്കം വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. എന്നാൽ പ്രതീക്ഷിച്ചിരിക്കാത്ത ചില ധനസഹായം വന്നു ചേരാനും സാധ്യതയുണ്ട്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എല്ലാം ഇന്നത്തെ ദിവസം വളരെ ഗുണപ്രദമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആശ്വാസപ്രദമായ പല അനുഭവങ്ങളും വന്നു ചേരാം. വിശ്രമം കൊണ്ട് വളരെയധികം മനസ്സമാധാനവും സ്വസ്ഥതയും വരുന്ന ഒരു ദിവസമായിരിക്കും. ഉറക്കത്തിൽ വരുന്ന ചില മാറ്റങ്ങൾ കൊണ്ട് ചില അസുഖങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. ഉദരസംബന്ധമായ അസുഖങ്ങൾ വർദ്ധിക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. ഷുഗർ അങ്ങനെ തുടങ്ങിയ ക്രോണിക് അസുഖങ്ങളുള്ളവർക്ക് അത് അധികരിക്കുവാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. സാമ്പത്തികമായി വളരെയധികം പ്രതീക്ഷകൾ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ദിവസമാണ്. അതേപോലെ ഗ്രഹനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, പുതിയ ഗ്രഹം വാങ്ങിക്കുന്നവർക്ക് ഒക്കെ അനുകൂലമായൊരു ദിവസമാണ്. വസ്തു സംബന്ധമായ കാര്യങ്ങളിൽ ഇടപെടുന്നവർക്ക്, വിവാഹാദി കാര്യങ്ങളിൽ ഇടപെടുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമായിട്ടാണ് കാണുന്നത്. ദൂരയാത്രയ്ക്കുള്ള ഒരു വഴി തെളിഞ്ഞു വരുന്നതായി കാണുന്നു. ബന്ധുമിത്രാദികൾ ചിലരെ കണ്ടുമുട്ടുവാനുള്ള സാഹചര്യങ്ങൾ തെളിഞ്ഞു വരുന്നതായി കണ്ട് സന്തോഷം അനുഭവിക്കുവാനും സാധ്യതയുണ്ട്. സുഹൃത്തുക്കളുമായി സമയം പങ്കിട്ട് മാനസിക പിരിമുറുക്കത്തിന് അയവ് വരുത്തുവാനും സാധ്യതയുണ്ട്. 7.5 ശനിക്കാലമാണ്. 7.5 ശനിയുടെ ജന്മശനിക്കാലമായതുകൊണ്ട് ശാസ്താപ്രീതി വളരെ അത്യാവശ്യമാണ്, അനിവാര്യമാണ്. അതുകൊണ്ട് ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും 7 പ്രദക്ഷിണം വയ്ക്കുകയും അതേപോലെ നേരത്തെ പറഞ്ഞതുപോലെ ശാസ്താവിനെ പ്രീതിപ്പെടുത്താനായി എള്ളുകിഴി കെട്ടി നല്ലെണ്ണയിൽ മുക്കി ഇടിഞ്ഞലിൽ കത്തിച്ച് 18 പ്രാവശ്യം സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ജപിച്ച് 18 പ്രാവശ്യം ഓം ശം ശനൈശ്ചരായ നമഃ എന്ന് ജപിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. എല്ലാ ആൾക്കാരും അവരവരുടെ വിശ്വാസവും ആചാരവും അനുസരിച്ച് ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക. എല്ലാവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കട്ടെ എന്നൊരിക്കൽ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും നാളെ കാണാം. എല്ലാവർക്കും നമസ്കാരം.